ശ്രീമദ് ഭാഗവതം ക്ലാസ് 63 നമ്മൾ നാലാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. അതിൽ ഒന്നാമത്തെ അധ്യായം മനുകന്യകമാരുടെ വംശവർണ്ണന. ഇതിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില ഫലങ്ങളെ പറ്റിയെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു കെമിസ്ട്രി തത്വമുണ്ട് എന്ന് വെച്ചോളൂ. ഹൈഡ്രജനും ഓക്സിജനും കൂടിക്കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകും. ഇല്ലേ, നമുക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ഒരു വീട് അത് പ്രേരിപ്പിക്കുന്നുണ്ട്, ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയെല്ലാം ഉണ്ടാക്കണം എന്നുള്ള എല്ലാം ഇതിനകത്തുണ്ട്. അതൊരു സയൻസാണ്. ഒരു എൻജിനീയറിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത്. പക്ഷേ ആ വീടിൻ്റെ പ്ലാന് തന്നെയാണ് പ്രേരിപ്പിക്കുന്നത്. അവസാനം വരെ അതിൽ പറയുന്ന മാതിരിയെ വീട് നിർമ്മിക്കുകയുള്ളൂ. പക്ഷേ അതാണ് സയൻസ്. പക്ഷെ സയൻസ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് എന്നൊരു വിഷയം നമ്മൾ ഒരു എൻജിനീയറിങ് പഠിച്ചാലും സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടിക്ക് ഒരു മാനേജ്മെൻറ്റ് MBA എല്ലാം വേണമെന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. എൻജിനീയർ വിത്ത് MBA എന്നെല്ലാം പറയും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ വെറും സയൻസ് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. കാര്യം നടക്കണ്ടെങ്കിൽ അതിനെ ഏകോപിപ്പിക്കാനുള്ള ഒരു സംവിധാനം വേണം. അതിൻ്റെ പിന്നിൽ ചില ആൾക്കാർ വേണം. ഉദാഹരണമായിട്ട് വീട് നിർമ്മിക്കണ്ടെങ്കിൽ വീട് എങ്ങനെയെല്ലാം നിർമ്മിക്കണം എന്നുള്ള അതിൻ്റെ അകത്തുണ്ടെങ്കിലും അതിൽ ഓരോ വിഭാഗത്തിന്, ഇപ്പം കല്ല് കെട്ടുന്നതിന് ഒരു മേസ്ത്രി നേതൃത്വം കൊടുക്കും, മരത്തിൻ്റെ പണിയെടുക്കുന്നതിന് കാർപ്പൻറ്റർ നേതൃത്വം കൊടുക്കും, ഒരാളെ ഏൽപ്പിക്കും. അയാൾ അതിൻ്റെ വർക്കിനെ കുറച്ച് ചെറുതായി ഡിവൈഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കും. അങ്ങനെ അവരാണ് അതിനെ ഏകോപിപ്പിച്ചു പോകുന്നത്. ഒരു വീട്ടിൽ തന്നെ ഏകോപിപ്പിക്കാൻ ഒരാൾ വേണം. ഒരു സ്കൂളാണെങ്കിൽ അതിൽ ഹെഡ് മാസ്റ്റർ ഏകോപിപ്പിക്കാൻ, ക്ലാസ്സിനെ ഏകോപിപ്പിക്കാൻ, പിന്നെ അധ്യാപകർ, അങ്ങനെ എല്ലാത്തിനും ഒരു ഏകോപിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ. എല്ലാവരും ക്ലാസ് തുറന്നു വെച്ചിട്ട് ആ മേശപ്പുറത്തൊരു കെമിസ്ട്രി ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ തലയിൽ ഈ കെമിസ്ട്രി കയറുമൊന്നുമില്ല. അതിനെല്ലാം ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. അതിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം ചില പ്രേരക ശക്തികളാണ്. അവരെല്ലാം പ്രേരിപ്പിക്കുകയാണ്. കുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കും എല്ലാം. ഇപ്പോൾ ഒരു പ്രേരക ശക്തി, കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇങ്ങനെ വേണം. അങ്ങനെയാണ് ഈ ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാലോ, ഇവിടെ കുട്ടികളെല്ലാം ഉണ്ടാകുന്നത് ഓരോ ആളും വേറെ ആളെ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നു. അതിലൂടെ എല്ലാം കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഒരു പ്രേരക ശക്തിയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ദേഷ്യം വന്നിട്ടായിരിക്കും കയറി അടിക്കുന്നുണ്ടാവുക. ഇപ്പം ദേഷ്യം, കോപം, വികാരങ്ങളെല്ലാം ഓരോ പ്രേരക ശക്തികളാണ്. പ്രേമം, സ്നേഹം, ഇതെല്ലാം പ്രേരക ശക്തികളാണ്. അതൊന്നും ഇല്ലാതെ ഈ പ്രപഞ്ചം മുന്നോട്ടേക്ക് പോവില്ല. ആധുനിക സയൻസ് ഇതൊന്നും കണക്കാക്കുന്നില്ല. യുക്തിവാദികൾ ഇങ്ങനത്തെ ഒരു ഫലത്തെപ്പറ്റി സയൻസ് കണക്കാക്കുന്നില്ലേ, പിന്നെ യുക്തിവാദികളുടെ കാര്യം പറയുകയും വേണ്ട. പക്ഷേ പ്രപഞ്ചത്തിൽ ഏകോപിപ്പിക്കാൻ ഇങ്ങനെ ചില മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള ചില ബലങ്ങൾ ആവശ്യമുണ്ട്. ആ ബലങ്ങളെ അവർ പലതായിട്ട് തിരിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പം സൃഷ്ടിക്ക് ഒരു പ്രേരക ശക്തി, സൃഷ്ടി നടക്കണം എന്നുള്ള പ്രേരക ശക്തി, അതൊരു പ്ലാൻ ഉണ്ടാക്കുന്നു പരമാത്മാവ്. പിന്നെ ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കണ്ടെങ്കിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേക പ്രേരക ശക്തികൾ. ചിലതിന് കൂട്ടി യോജിപ്പിക്കാനായിരിക്കും പ്രേരിപ്പിക്കുക, ചിലവർ തച്ചുടക്കാനായിരിക്കും പ്രേരിപ്പിക്കുക. അങ്ങനെ ശക്തികൾ പലതരത്തിലുണ്ട്. അങ്ങനെയാണ് അവർ മൂന്നായിട്ട് തിരിച്ചത്: സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഒന്ന് നിർമ്മിക്കാനുള്ള പ്രേരക ശക്തി, അതിനെ സംരക്ഷിക്കാനുള്ള പ്രേരക ശക്തി, അതിനെ നശിപ്പിക്കാനുള്ള പ്രേരക ശക്തി. ഈ സൃഷ്ടിക്കുന്ന പ്രേരക ശക്തി തന്നെ പലതരത്തിലായിട്ട് തിരിഞ്ഞിട്ടുണ്ട്.
ചെടികൾ സൃഷ്ടിക്കാനുള്ള പ്രേരക ശക്തികളുണ്ട്, മൃഗങ്ങളെ സൃഷ്ടിക്കാനുള്ള പ്രേരക ശക്തികളുണ്ട്, ഗ്രഹങ്ങളെ സൃഷ്ടിക്കാനുള്ള പ്രേരക ശക്തികളുണ്ട്. ഗ്രഹങ്ങളെ സൂര്യന് ചുറ്റും ഓരോ പ്രത്യേക ഓർബിറ്റിൽ എടുത്തു വെക്കാനുള്ള പ്രേരക ശക്തികളുണ്ട്. ആറ്റങ്ങളിലെ ഇലക്ട്രോണിനെ പോകാനും വരാനും എല്ലാം പ്രേരിപ്പിക്കുന്ന, മറ്റുള്ളവയായിട്ട് കൂടിച്ചേരാൻ പ്രേരിപ്പിക്കുന്ന ഓർബിറ്റുകൾ, ഇതിലെല്ലാം ഓരോ പ്രേരക ശക്തികൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം അങ്ങനെയുള്ള പ്രേരക ശക്തികൾ ഉണ്ടായിട്ടാണ് പിന്നെ സൃഷ്ടി നടക്കുന്നത്. അപ്പം നമ്മളിവിടെ കന്യകമാരുടെ വംശവർദ്ധനം എന്ന് പറയുമ്പോൾ മനുഷ്യരൊന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യരെ ഉണ്ടാക്കണ്ടെങ്കിൽ ആറ്റങ്ങളെ കൂടിച്ചേർത്ത് ആറ്റങ്ങളെ കൂടിച്ചേർത്ത് തന്മാത്ര ഉണ്ടാക്കി ജീവൻ ഉണ്ടാക്കി, ജനിതക ഘടന ഉണ്ടാക്കി, അതിനെല്ലാം യോജിപ്പിച്ച് ജീവനം കൊടുത്തു. ഇങ്ങനെയെല്ലാം മനുഷ്യരുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രേരക ശക്തികളെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അല്ലാതെ ഇതൊന്നും മനുഷ്യരല്ല. പക്ഷേ കഥയിൽ വരുമ്പോൾ എന്തായിട്ട് അവതരിപ്പിക്കും? ഓരോ മക്കള്, പൊമ്മക്കള്, ആമക്കള് എല്ലാം ദ്വയമായതുകൊണ്ട് ആണ് പെണ്ണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, പുത്രൻ പുത്രി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം ദ്വയമായ പ്രേരക ശക്തികളായിട്ട് കാണണം. ഇതെല്ലാം ഉണ്ടായാൽ ഇതാണ് ഇനി ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ആറ്റങ്ങളെയും എല്ലാം കൂടി ചേർത്ത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം ഏതിൻ്റെ നിലയിലാണ് ചെയ്യുന്നത്? ഒരു പരമാത്മാവെന്നൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മളെ വീടിൻ്റെ പണിയെല്ലാം എങ്ങനെ നടക്കുക? പ്ലാൻ അനുസരിച്ചാണ്. ആദ്യം മണ്ണ് എല്ലാം കളച്ച് ശരിയാക്കും, പിന്നെ തറ കെട്ടും. ഇങ്ങനെ വഴിക്കാണ്, സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് സമയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്ലാന് തന്നെയാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും പ്രേരിപ്പിക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികളെയാണ് വേദങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മളിൽ തന്നെ ആ ശക്തി തന്നെയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. ഒരു കർമ്മം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് നമ്മളിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്തു. ഈ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫലങ്ങളെല്ലാം ഇനി പറയാൻ പോകുന്ന ഈ മക്കളെല്ലാം ആ തരത്തിൽ വേണം ചിന്തിക്കാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പം മൈത്രേയം പറയുകയാണ് ഒന്നില് സ്വയംഭൂ മനുവിന്. അപ്പം ആദ്യം പ്രപഞ്ച സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്ന ആ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ എല്ലാം പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള ആ ശക്തിയാണ് മന്വന്തരങ്ങൾ. ഇങ്ങനെ പല മന്വന്തരങ്ങൾ കഴിയും, പ്രളയം നടക്കും, പോകും, പിന്നെ ആദ്യം മന്വന്തരം വരും. ഇങ്ങനെ കുറേ മന്വന്തരങ്ങളിലൂടെ ഇങ്ങനെ ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മന്വന്തരത്തിൻ്റെ മുകളിലുള്ള ആ ശക്തിയെ, ഒരു മന്വന്തരം തുടങ്ങുമ്പോൾ ആ ശക്തിയാണ് മനുവായിട്ട്, സ്വയംഭൂ മനുവായിട്ട് പറയുന്നത്. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ബലം ഉണ്ടാകും, സ്വയം ഉണ്ടാകും ഒരു ബലം. അതാണ് പ്ലാൻ അനുസരിച്ച്, പ്ലാൻ എന്ന് പറഞ്ഞാൽ പരമാത്മ എന്ന പ്ലാൻ അനുസരിച്ച് പിന്നെ അതാണ് സൃഷ്ടിക്ക് പിന്നോട്ടേക്ക് പ്രവർത്തിക്കുന്നത്. അതിൽ മുമ്പിലൊന്നുണ്ടായിട്ടുണ്ട്, ബ്രഹ്മാവ് ഉണ്ടായിട്ടുണ്ട് ആദ്യം. അതിൻ്റെ കീഴിലാണ് ഇതെല്ലാം വരിക. ഇപ്പം സ്വയംഭൂ മനുവിന് ശതരൂപയിൽ ആകൂതി, പ്രസൂതി, ദേവാഭൂതി എന്നീ 3 പെൺമക്കളുണ്ടായി. അപ്പം പെൺമക്കളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പുരുഷനുണ്ട്, പ്രകൃതിയുണ്ട്. അപ്പം പെൺമക്കളായിട്ടാണ്, ഇതിൻ്റെ ദ്വയഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 2 പറയുകയാണ്, ആ രാജാവിന്, സ്വയംഭൂ മനുവിന് ആ രാജാവ് എന്ത് ചെയ്യുകയാണ്? ഇവർക്ക് സ്വയംഭൂ മനുവിന് എന്തുണ്ട്? പെമ്മക്കളുണ്ടെങ്കിൽ അവർക്ക് സഹോദരന്മാരും ഉണ്ട്. പെമ്മക്കൾ മാത്രമല്ല ആമക്കളും ഉണ്ട്. എന്നിട്ട് കൂടി ആകൂതിയെ, ഒരു മകളെ, പുത്രകാധർമ്മം എന്ന സമ്പ്രദായ പ്രകാരം. പുത്രകാധർമ്മം എന്താണ്? ഇപ്പോൾ ഒരാൾക്ക് പൊമ്മക്കളെ ഉള്ളെങ്കിൽ ഒരു മകനില്ലാത്ത സങ്കടം തീർക്കുന്നത് മോള് പ്രസവിക്കുമ്പോൾ അതിലുള്ള ആൺകുട്ടിയെ സ്വന്തം മകനായിട്ട് ഒരു ദത്ത് എടുക്കും. ഇവിടെ ഇദ്ദേഹത്തിന് വേറെ
ആൺമക്കളുണ്ട്. എന്നിട്ടും കൂടി അദ്ദേഹം എന്ത് ചെയ്തു? പുത്രകാധർമ്മം എന്ന സമ്പ്രദായം അനുസരിച്ച് പുത്രിയുടെ പുത്രനെ തനിക്ക് ദത്ത് തരണം എന്ന വ്യവസ്ഥ അനുസരിച്ച് രുചി എന്ന പ്രജാപതിക്ക് നൽകി. അപ്പം ആ കുട്ടിയെ രുചി എന്ന പ്രജാപതി, മാനസപുത്രന്മാരുണ്ടല്ലോ ബ്രഹ്മാവിന്, അതായത് മാനസപുത്രന്മാർ, മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ശക്തികളാണ്. പുരുഷനും ദ്വയമായിട്ടാണ്. ആ പുരുഷനും ഈ ആഹൂതി നെഗറ്റീവും ചേർന്നുകൊണ്ട് ആ പ്രേരക ശക്തികളാണ് ഇനി കുറച്ച് സൃഷ്ടികൾ നടത്തുന്നത്. ഇനി 3-4 ബ്രഹ്മചര്യസ്വിയായ രുചി അവളിൽ ഒരാണിനെയും ഒരു പെൺകുട്ടിയെയും ജനിപ്പിച്ചു. അപ്പൊ അതിലൂടെ 2 കുട്ടികളാണ് ഉണ്ടാകുന്നത്, ഒരാണും ഒരു പെണ്ണും. അതിൽ ആൺകുട്ടി എന്ത് വേണം? ഈ രാജാവിനെ സ്വയംഭൂ മനുവിന് കൊടുക്കണം. കാരണം മകളെ പുത്രനെ ദത്തെടുക്കുന്ന ആ തത്വപ്രകാരം ആ ആൺകുട്ടി യജ്ഞരൂപം ധരിച്ച വിഷ്ണു തന്നെയാണ്. അപ്പൊ യജ്ഞരൂപം, യജ്ഞങ്ങൾ. അപ്പൊ അവിടെ നിന്നാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മം, പുതിയ സൃഷ്ടിക്രമം. അപ്പം കർമ്മം ചെയ്യാനുള്ള പ്രേരക ശക്തി. ആ നിലയിൽ യജ്ഞരൂപം ധരിച്ച വിഷ്ണു, വിഷ്ണു തന്നെയാണല്ലോ സൃഷ്ടി നടക്കുന്നത്. അപ്പൊ എല്ലാ യജ്ഞങ്ങളും കർമ്മങ്ങളും കർമ്മത്തിന് പ്രേരിപ്പിക്കുക. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കാൻ പോയിട്ട് അത് ചെയ്യുന്നു. അപ്പോഴാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രേരക ശക്തിക്ക്, പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി, യജ്ഞം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, എന്ത് യജ്ഞമായാലും അതിനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി, അത് വിഷ്ണു തന്നെയാണ്. വിഷ്ണു തന്നെ. പെൺകുട്ടി അതിൻ്റെ ഒരു ആണും പെണ്ണുമല്ല ഉണ്ടായത്, അതിൻ്റെ ദ്വയമായ പെൺകുട്ടിയാണ് ജനിച്ചത്. അത് മഹാലക്ഷ്മിയാണ്. അത് മഹാലക്ഷ്മിയുടെ അംശമാണ്. അതിൻ്റെ പേര് ദക്ഷിണ. അപ്പൊ യജ്ഞവും, ഒരു യജ്ഞത്തിന് തുടക്കം കുറിക്കുന്നു. ആ യജ്ഞത്തിലൂടെയാണ് മഹാലക്ഷ്മിയുടെ ദക്ഷിണ. മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ സൗഭാഗ്യമാണ്. നമ്മൾ യജ്ഞം ചെയ്യുമ്പോഴാണ് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്. അത് സൗഭാഗ്യത്തിന് പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ദക്ഷിണ. അപ്പം ആദ്യം ഉണ്ടാകുന്നത് ഒരു യജ്ഞവും, യജ്ഞം ചെയ്യാനുള്ള പ്രേരക ശക്തിയും, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പുരുഷനും പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ദക്ഷിണ, അത് മഹാലക്ഷ്മിയുടെ അംശമാണ്. അതിലൂടെയാണ് സൗഭാഗ്യങ്ങൾ, ആ യജ്ഞത്തിലൂടെയാണ് സൗഭാഗ്യങ്ങൾ ഉണ്ടായത്. ഇനി 5 സ്വയംഭൂമന് സന്തോഷത്തോടുകൂടി പേരമകനെ യജ്ഞനെ സ്വന്തം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രുചി ദക്ഷിണയെയും വളർത്തി. അപ്പൊ 6 യജ്ഞങ്ങളുടെ ദേവനായ യജ്ഞദേവൻ. അപ്പൊ അവനാണ് യജ്ഞദേവൻ. എല്ലാ യജ്ഞങ്ങൾക്കും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. അങ്ങനെ ഒരു ശക്തിയുണ്ട്. നമ്മളിപ്പം ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് തോന്നും, പോയിട്ട് അത് ചെയ്യാം. ഒരു പ്രേരിപ്പിക്കുകയാണ് നമ്മളെ, പിന്നെയാണ് നമ്മളത് പോയിട്ട് ചെയ്യുന്നത്. ആ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് യജ്ഞദേവൻ. അപ്പൊ ഈ ലോകത്തിൽ എന്ത് സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു യജ്ഞദേവന്റെ സ്വാധീനമുണ്ട്. അത് ഏതിൽ നിന്നാണ് വരുന്നത്? ആ പ്ലാനിൽ നിന്നാണ്, പരമാത്മാവെന്ന പ്ലാനിൽ നിന്നാണ് വരുന്നത്. പരമാത്മാവെന്ന പ്ലാനിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു സുന്ദരമായ ലോകം പടിപടിയായിട്ട് നിർമ്മിക്കും. ആ യജ്ഞദേവൻ തന്നെ കാണിക്കുന്ന ദക്ഷിണയെ കല്യാണം കഴിച്ചു. അപ്പം സഹോദരിയാണ്. നമ്മൾ ഈ സഹോദരി എന്ന് പറയുമ്പോഴുള്ള കുഴപ്പം ആർക്കേ ഉള്ളൂ? നമുക്കേ ഉള്ളൂ. മനുഷ്യരാകുമ്പോഴാണ് ഈ സഹോദരിമാരെ കല്യാണം കഴിക്കുന്ന പ്രശ്നം. ഈ കഥാപാത്രത്തെ അതേപോലെ എടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യരുടെ രൂപത്തിൽ ആണും പെണ്ണുമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് മോശം പരിപാടിയാണ്. പക്ഷെ ബലങ്ങൾക്ക് അതില്ല.
ഉദാഹരണമായിട്ട് ഇലക്ട്രോണും പ്രോട്ടോണും ഒരേ സമയം ഉണ്ടായതാണ്. ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ എന്തുണ്ട്? പ്രേമവും. അതുകൊണ്ടാണ് അവർ തമ്മിൽ ആകർഷിക്കുന്നത്. അതിന് തെറ്റു പറയാൻ പറ്റുള്ളൂ. ഒരേ സമയം ഉണ്ടായതായതുകൊണ്ട് എന്താ കുഴപ്പം? ഒരേ സമയം ഉണ്ടാകുന്ന ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണെങ്കിൽ അത് തമ്മിൽ പ്രേമിക്കും. ഒരു ബാറ്ററീൻ്റെ മോൾ ഭാഗം പ്ലസും താഴ്ഭാഗം മൈനസും ആണ്. ഒരേ സമയം ഉണ്ടാക്കിയ ബാറ്ററിയാണ്. അപ്പോൾ സഹോദരി സഹോദരന്മാർ, അതുകൊണ്ട് പ്രേമിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ മനുഷ്യരായി ചിന്തിക്കുമ്പോഴേ കുഴപ്പമുള്ളൂ. അപ്പോൾ യജ്ഞവും അതിലൂടെ സൗഭാഗ്യവും. ആ സൗഭാഗ്യമാണ് ദക്ഷിണയെ വേറ്റു. അതിൽ 12 പുത്രന്മാരുണ്ടായി. അപ്പം യജ്ഞങ്ങളെ 12 തരം യജ്ഞങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ എനർജീനെ തന്നെ നമ്മളിപ്പം വെളിച്ചത്തെ തന്നെ പലതായിട്ടില്ലേ? വിസിബിൾ ലൈറ്റ്, പിന്നെ മറ്റേ പലതരത്തിലുണ്ടല്ലോ. ഇൻവിസിബിൾ ലൈറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ പല റേഞ്ചുണ്ട്. അങ്ങനെ നമ്മൾ സയൻസിൽ തിരിക്കുന്ന വഴി ഇവിടെ തിരിക്കുകയാണ്. ഈ യജ്ഞം തന്നെ 12 പുത്രിമാരെ ഉണ്ടാക്കി. അപ്പം 12 തരം യജ്ഞങ്ങളായിട്ട് അതിനെ വിഭജിച്ചു. എൻ്റെ 7-8 പുത്രന്മാരെയാണ് ഉണ്ടാക്കിയത്. 12 പുത്രന്മാർ. ആ 12 പുത്രന്മാർ തൂഷികർ എന്ന പേരുള്ള ദേവന്മാരാണ്. ഇവരെല്ലാം ദേവന്മാരായിട്ടാണ്. എന്ത് പ്രപഞ്ചത്തിൽ എന്തുണ്ടായത് അതെല്ലാം ദേവന്മാരാണ്. കല്ലായാലും ബലങ്ങളായാലും. അപ്പം ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ആ 12 പുത്രന്മാരെയും തൂഷികർ എന്ന് പറയുന്നു. മരീചി മൂലാവർ സപ്തർഷികളാണ്. മരീചി മൂലാവ് നേരത്തെ പറഞ്ഞല്ലോ, മാനസപുത്ര ധാരണ സപ്തർഷികളാണ്. ഈ യജ്ഞൻ തന്നെയാണ് ഇന്ദ്രൻ. യജ്ഞദേവനെ ഇന്ദ്രനായിട്ടും എടുക്കാം. കാരണം യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന, ആ പ്രേരിപ്പിക്കുന്നിടത്ത് ആര് എത്തിച്ചേരും? ആ പ്രേരിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ആ ശാസ്ത്ര തത്വത്തിനനുസരിച്ച് അതിനെ യോജിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. നമ്മൾ ചോറ് വെക്കുമ്പോഴും വെള്ളം അരിയിട്ട് ചൂടാക്കുമ്പോൾ അതിനകത്ത് ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അരിൻ്റെ അകത്ത്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് നമ്മൾ ഇന്ദ്രൻ എന്ന് പണ്ടേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തുണ്ടാകുന്നു? ഇന്ദ്രനും ഉണ്ടാകുന്നു. അത് പലതരത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. 12 തരത്തിലുണ്ട്. അതിലൊന്നാണ് ഇന്ദ്രൻ എന്ന് ആയിട്ട് എടുത്താൽ മതി. പലതരത്തിൽ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ശക്തികളുണ്ട്. പിന്നെ മഹാബലവാനായ 9 പ്രിയംവദനും ഉത്താനപാദനും മനുവിൻ്റെ മക്കളായ ഭൂമിപാലകരായിരുന്നു. അപ്പം ഗോളങ്ങളെയെല്ലാം പരിപാലിക്കുന്ന, പ്രപഞ്ച സൃഷ്ടി സമയത്ത് കുറേ ഗോളങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നത്. ആ ഗോളങ്ങളെ പരിപാലിച്ച് ആ ക്രമത്തിൽ അറേഞ്ച് ചെയ്ത് നിർത്തുന്നതിനുള്ള പിന്നിലുള്ള പ്രേരക ശക്തികളാണ് മനുവിൻ്റെ ബലവാന്മാരായ പ്രിയംവദനും ഉത്താനപാദനും. അപ്പം പ്രിയംവദൻ ഉത്താനപാദൻ എന്ന് പറയുന്നത് പ്രപഞ്ചം ഗോളങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഗോളങ്ങളെയെല്ലാം പരിപാലിക്കുന്ന ശക്തികളാണ്. അതിനെ ഓരോ ഓർബിറ്റിലെല്ലാം വെച്ചിട്ട് പരിപാലിക്കുന്നതിന് പിന്നിലുള്ള ആ ശക്തികളാണ് പ്രിയംവദനും ഉത്താനപാദനും. അവരുടെ മക്കളും മക്കളുടെ മക്കളിലൂടെയെല്ലാമാണ് മന്വന്തരം തുടരെ ഉണ്ടായത്. അപ്പോൾ ആ ഗോളങ്ങൾ ഉണ്ടായതിൻ്റെ ശേഷമാണ് മന്വന്തരങ്ങൾ ഉണ്ടായത്. മന്വന്തരങ്ങളിലൂടെയാണ് പിന്നെ ജീവജാലങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ നിറഞ്ഞത്. അപ്പം ഗോളങ്ങളെയെല്ലാം പരിപാലിക്കുന്ന ശക്തിവിശേഷത്തെ, പ്രപഞ്ചത്തെ തന്നെ പരിപാലിക്കുന്ന ശക്തിവിശേഷത്തെയാണ് ആര്? പ്രിയംവദനും ഉത്താനപാദനും. ഇനി 10 പറയുകയാണ്, സ്വയംഭൂ മനുഷ്യ പുത്രിയെ എന്ത് ചെയ്തിട്ടുണ്ട്? കർദമന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം മുമ്പ് ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കടക്കുന്നില്ല. കാരണം കർദമനും
കാര്യം കഴിഞ്ഞതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്വയംഭൂവിൻ്റെ ഒരു പുത്രിയെ കർദമനാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഇനി സ്വയംഭൂ മനുവിൻ്റെ വേറൊരു പുത്രിയായിട്ട് പറഞ്ഞിരുന്നുവല്ലോ, ആര്? പ്രസൂതി. അവളെ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പോൾ ഓരോ ആൾക്കും ഓരോ ആൾക്ക് കല്യാണം കഴിച്ചിട്ട് അതിലൂടെയാണ് ഇനി പ്രജകളെല്ലാം ഉണ്ടായിട്ട് 3 ലോകങ്ങളും ഫില്ലായത് എന്ന് പറയുകയാണ്. അതിനെപ്പറ്റിയെല്ലാം ഇനി വിസ്തരിച്ച് പിന്നീട് പറയും. ഇപ്പോൾ എല്ലാ മക്കളെയും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നതായിട്ട് കണ്ടാൽ മതി. ഇനി 12 കർദമന്റെ പുത്രിമാര് 9 പേരുണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേവാഹൂതിയിൽ കഴിഞ്ഞതിൽ പറഞ്ഞതാണ് 9 പുത്രിമാരുണ്ടായിരുന്നു എന്ന് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിവിടെ പറയാണ്. അവര് ബ്രഹ്മർഷിമാരുടെ പത്നിമാരാണെന്ന് പറയപ്പെടുന്നു. ഇനി അവരുടെ പുത്രപൗത്രന്മാരെ പറ്റി ഇനി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കർദമമുനിയുടെ 9 പുത്രിമാരെ ബ്രഹ്മർഷിമാർക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അവരുടെ പുത്രപൗത്രാദികളെ പറ്റിയെല്ലാം ഇനി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പം എൻ്റെ 13 പറയുന്ന കർദമന്റെ പുത്രിയും മരീചിക്ക് കല്യാണം കഴിച്ചു കൊടുത്ത ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാര് മരീചിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആ കർദമന്റെ പുത്രീൻ്റെ പേരാണ് 9 പേരിൽ ഒരാളുടെ പേരാണ് കല. കലവയെ മരീചിക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. കല എന്ന് പറയുമ്പോൾ കലാപരമായ വാസനകളായിട്ട് എടുക്കണം. നമ്മില് കലാപരമായ ഒരു വാസനയെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ പ്രകൃതിയിലും കലാപരമായിട്ടുള്ളതാണല്ലോ. പ്രകൃതി എന്ത് ഭംഗിയിലാണ് സൃഷ്ടിക്കുന്നത്, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കലാവാസനകളെയാണ് ഇവിടെ കലയായിട്ട് എടുക്കേണ്ടത്. അവള് കശ്യപനെയും പൂർണിമ എന്നവളെയും പ്രസവിച്ചു. അപ്പൊ കർദമന്റെ ഒരു പുത്രി കല മരീചിയിലൂടെ കശ്യപനെയും പൂർണിമ എന്നവളെയും പ്രസവിച്ചു. ഇവർ നിമിത്തം ലോകം മുഴുവൻ നിറഞ്ഞു. അപ്പൊ ഈ പല കലാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലായിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി 14 അങ്ങനെയുള്ള പൂർണിമ 14 പറയുകയാണ്, വിരജനെയും വിശ്വകനെയും ദേവകുല്യെയും പ്രസവിച്ചു. എൻ്റെ അതിലുള്ള ദേവകുല്യ വിഷ്ണുവിൻ്റെ പാദത്തിലൂടെ ഒഴുകിയത് മൂലം അവൻ സ്വർഗഗംഗയായി ഭവിച്ചു. സ്വർഗഗംഗ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഗംഗാ നദിയായിട്ട് ചിത്രീകരിക്കണം. സ്വർഗം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളുണ്ടല്ലോ, അതിൻ്റെ മുകളിലുള്ള ലോകത്തിലും നദികൾ ഒഴുകുന്നുണ്ട്. ആ ഒരു നദിക്ക് പിന്നിൽ പ്രേരിപ്പിച്ച ശക്തിയാണ്, ആ നദിയായിട്ട് ഒഴുകാൻ പ്രേരിപ്പിച്ച ശക്തിയാണ് ആര്? ദേവകുല്യം. അത് വിഷ്ണുവിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ, വിഷ്ണുവിൻ്റെ പാദം എന്ന് പറഞ്ഞാൽ എവിടെയാണ് കിടക്കുന്നത്? നിങ്ങൾ താഴത്തോട്ടാണ് കിടക്കുന്നത്. വിഷ്ണു എന്ന് പറയുന്നത് ആ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ച് ആ അനന്തൻ എന്ന സർപ്പത്തിൻ്റെ മേലെ അങ്ങനെ കിടക്കുകയാണല്ലോ, അതിൻ്റെ കാലിങ്ങാറ്റത്ത് കിടക്കുകയാണല്ലോ. ആ കാലിലൂട്ട വെള്ളം ഒഴുകിയത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രപഞ്ച സൃഷ്ടി 7 ലോകങ്ങളുടെ ഒരു സ്ഥലത്തൂടെയാണ് ഈ നദി ഇങ്ങനെ ഒഴുകുന്നത്, സ്വർഗഗംഗയായിട്ട്. ആ ഗംഗാ നദി ഒഴുകാൻ പ്രേരിപ്പിച്ചതാണ് ഇവള്. അപ്പം പ്രപഞ്ചഘടനയെല്ലാം ഇവിടെ വിവരിക്കുകയാണ്. ഇതെല്ലാം ഈ ശക്തികളിലൂടെയാണ്
പ്രപഞ്ചത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. നമുക്ക് ഇത്രയും മനസ്സിലാക്കാനായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. പലതരം ബലങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ, ഓരോന്നും സൃഷ്ടിക്കുന്നതിന് പിന്നിൽ. ഇപ്പം നമ്മളൊരു വീട് വെക്കുന്നതിനേക്കാൾ തന്നെ എത്ര പേരാണ് ഓരോന്നിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഒരു എൻജിനീയർ ഉണ്ടാവും, എൻജിനീയറെ കൂടുതൽ ഒരു മേസ്ത്രി ഉണ്ടാവും. മേസ്ത്രി തന്നെ എല്ലാ വർക്കിലും മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. അതിൽ കല്ല് വെക്കുന്ന കക്ഷി ഒരു കക്ഷിയായിരിക്കും, സിമെൻറ്റ് കുഴക്കുന്നവനാണ് അവൻ്റെ നേതൃത്വം എടുക്കുന്നത്, കല്ല് പൊട്ടിക്കുന്നവൻ ആ നേതൃത്വം എടുക്കുക. അങ്ങനെ പലവരും കൂടിയിട്ടല്ലേ ഒരു സൃഷ്ടി നടക്കുന്നത് പ്രപഞ്ചം. വീട്ടിലൊരു കറി ഉണ്ടാക്കണ്ടെങ്കിൽ തന്നെ എത്രയാൾ അതിനകത്ത് മെനക്കെടുന്നുണ്ട്. അതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ എത്ര തരം ബലങ്ങൾ വേണം. അങ്ങനെ കുറേ ബലങ്ങളായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇങ്ങനെ കുറേ ബലങ്ങളുണ്ട്. അതിലൂടെയാണ് ഈ സൃഷ്ടി നടന്നിരിക്കുന്നത്. അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന കുറേ ശക്തികളുണ്ട്. ആ ശക്തികളായിട്ട് ഇതിനെ കാണണം. ഇനി 15 പറയുകയാണ്, അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ. അത്രി മഹർഷിനെ അനസൂയക്കാ ദേവി പത്നി അനസൂയയാണ്. അവരെ വിഷ്ണു, ശിവൻ, ബ്രഹ്മാവി എന്നിവരുടെ അംശങ്ങളായ ദത്താത്രേയൻ, ദുർവാസാവ്, സോമൻ അതായത് ചന്ദ്രൻ എന്നീ 3 പുത്രന്മാരെ ജനിപ്പിച്ചു. അത്രി മഹർഷി അനസൂയയുടെ ദത്താത്രേയൻ, ദുർവാസാവ്, സോമൻ എന്നിങ്ങനെ 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ദുർവാസാവ് നമുക്കറിയാലോ, ദേഷ്യത്തിൻ്റെ കക്ഷിയാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നു. ദുർവാസാവിന് ദേഷ്യം വരുമ്പോഴാണ് പലതും ഈ ലോകത്തിലെ ചരിത്രങ്ങളെല്ലാം മാറ്റി മറിച്ചിട്ടുള്ളത്. ദേഷ്യം വന്നിട്ട് ശപിക്കും. അപ്പോൾ ദേഷ്യമാണ് ഇവിടെ ലോകത്തിൽ പല മാറ്റങ്ങൾക്ക് പിന്നിലുള്ള പ്രേരക ശക്തി. പല അടിപിടിയെല്ലാം നടക്കുന്നതിനെല്ലാം പിന്നിൽ ഈ ദേഷ്യമാണ്. ആ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷത്തെയാണ് എന്ത് പറയുന്നത്, ദുർവാസാവ്. ചിലവരെല്ലാം കൊല്ലാനുള്ള കാരണം കാണിക്കുന്നത് ഈ ദേഷ്യം വന്നിട്ടായിരിക്കും. അപ്പം ശിവനെല്ലാം വന്ന് കൊല്ലുന്നത് ദേഷ്യം വന്നു കഴിയുമ്പോൾ അവൻ തന്നെ പോയിട്ട് കൊല്ലും. അത് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം തലപ്പത്താര് ശിവനാണ്. ശിവനപ്പം ഈ ദേഷ്യത്തിലൂടെയാണ് ചിലവരെ ഇല്ലാതാക്കുന്നത്. സോമൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പം ചന്ദ്രൻ എന്ന ഗ്രഹം ഉണ്ടാകുന്നതിന് പിന്നിലും ആ ചന്ദ്രൻ എന്ന ഗ്രഹത്തിലൂടെ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ വികാരങ്ങളെല്ലാം ഈ ചന്ദ്രൻ്റെ ആകർഷണ ബലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ചന്ദ്രൻ്റെ ആ ബലത്തെയാണ്, ആ ഒരു മനസ്സിനെ സ്വാധീനിക്കുന്ന ശക്തിയെയാണ് ഇവിടെ സോമൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി വിതുരർ പറയുന്നു 16, ഇവർ 3 പേരും എന്ത് കാര്യത്തിനായി അത്രി മുനിയുടെ ഗൃഹത്തിൽ ജനിച്ചു. ഇങ്ങനെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാര് അത്രി മുനിയുടെ ഭാര്യയിലൂടെ അനസൂയയിലൂടെയാണല്ലോ 3 ദത്താത്രേയനും ദുർവാസാവും സോമനുമായിട്ട് ജനിച്ചത്. അത് എന്തുകൊണ്ടാണെന്നൊന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ 17 മൈത്രേയൻ പറയുകയാണ്, അത്രി മഹർഷി ബ്രഹ്മാവിനാൽ സൃഷ്ടികർമ്മത്തിൽ പ്രേരിതനായി പത്നിയോടുകൂടി ഋഷഭം എന്ന പേരായ മഹാഗിരിയിലേക്ക് പോയി. ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൃഷ്ടി നടത്താൻ അത്രി മഹർഷി ബ്രഹ്മാവ് വിളിച്ചിട്ട് പറഞ്ഞു, അത്രി നീ കുറേ സൃഷ്ടി നടത്തുന്നു. അപ്പം അത്രിയൻ ചെയ്ത് ഒരു വലിയ കുന്നുമ്മൽ ഭാര്യനെയും കൂട്ടിയിട്ട് അങ്ങ് പോയി പർവ്വതത്തിൻ്റെ മുകളിൽ. എന്നിട്ട് ആ ഋഷി പർവ്വതത്തിൽ 12 മുതൽ 19 വരെ പറയുകയാണ്, കുത്തിയൊലിക്കുന്ന ജലതീരത്ത്. അപ്പോൾ അവിടെ ഒരു കുത്തിയൊലിക്കുന്ന ജലത്തിൻ്റെ തീരമുണ്ട്. അവിടെ 100 വർഷത്തോളം ഒറ്റക്കാലിൽ വായുമാത്രം ശ്വസിച്ചു കൊണ്ട് കഴിഞ്ഞു. മനുഷ്യന് 100 വർഷമൊന്നും ഇങ്ങനെ ഒറ്റക്കാലിൽ വായു മാത്രം ശ്വസിച്ചിട്ട് എങ്ങനെ? ഇതെല്ലാം ബലങ്ങളാണ്.
ആ ബലം ഒരു 100 വർഷത്തോളം ആ മുകളിൽ നിന്നു. അത്രി എന്ന ആ പ്രേരക ശക്തി ഇതെല്ലാം. എന്നിട്ടോ 20 ലോകനായകനാണ് നിന്തിരുവടി തനിക്ക് സന്താനത്തെ ഉണ്ടാക്കിത്തരും എന്ന് സങ്കല്പിച്ചിട്ടാണ് തപസ് ചെയ്തത്. ലോകനാഥൻ, ലോകത്തിൻ്റെ നാഥനാരാണ്? ആ നിർഗുണമായ ബ്രഹ്മം, അല്ലെ ഭഗവാൻ. ഭഗവാൻ തനിക്ക് കുട്ടികൾ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കിത്തരുന്നു വെച്ചുകൊണ്ട് കണിഞ്ഞരുളും. കാരണം വേറെ ഉണ്ടാക്കാൻ വഴിയൊന്നുമില്ല. ബ്രഹ്മ അങ്ങേരെ തന്നെ വിചാരിച്ചിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാൻ. അതുകൊണ്ട് ബ്രഹ്മം, ആ ഭഗവാൻ, അദ്ദേഹം കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള വിശ്വാസത്തോടും കൂടിയാണ് കുന്നിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഒറ്റക്കാലില് തപസ് ചെയ്തത്. എൻ്റെ 21-22 അത്രി മഹർഷിയുടെ ശിരോമധ്യത്തിൽ നിന്ന്, അതിൻ്റെ തലയിൽ നിന്നും ശിരസിൻ്റെ മധ്യത്തിൽ നിന്നും എന്തു വന്നു? അഗ്നിയാൽ എരിപൊരി കൊണ്ട് 3 പാരിലും അഗ്നി പ്രവഹിക്കാൻ തുടങ്ങി. അപ്പോഴേ ഈ അഗ്നി ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രേരക ശക്തിയായിട്ട് വർത്തിച്ചതാണ് അത്രി മഹർഷി. അപ്പൊ ആദ്യത്തെ ഊർജം അഗ്നിയാണ്. ആദ്യമായിട്ട് അഗ്നി ഊർജമായിട്ട്, അതിനു മുമ്പില് ഗംഗാ നദി ഒഴുകിയതായിട്ട് ജലമുണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വർഗഗംഗ എന്ന് പറഞ്ഞ് ജലം ഒഴുകിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. വായുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തിനെ പറ്റി പറയാണ്? അഗ്നിയെ പറ്റി പറയുകയാണ്. അഗ്നി ഉണ്ടായി. അത്രി എന്ന ബലം, അത്രിയിൽ നിന്നാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അഗ്നി ഉണ്ടാകാൻ പ്രേരിപ്പിച്ച ശക്തിയാണ്. ഹൈഡ്രജനും ഓക്സിജനും കത്തിക്കഴിഞ്ഞാൽ അഗ്നി ഉണ്ടാവും. പക്ഷെ അതിനെ പ്രേരിപ്പിക്കാൻ ഒരു ശക്തി വേണമല്ലോ, യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ശക്തിയാണ് അത്രി. അത്രിയിൽ നിന്നും അഗ്നി ഉണ്ടായി. അപ്പൊ അഗ്നി 3 ലോകങ്ങളിലും വ്യാപിച്ചു. അപ്പൊ ഊർജം ഉണ്ടായി. ഊർജത്തിൽ നിന്നാണ് ഇനി പ്രകൃതി സൃഷ്ടിയെല്ലാം ഉണ്ടാകേണ്ടത്. അപ്പോൾ ത്രിമൂർത്തികളും അപ്സരശ്രീകൾ എന്നിവരെല്ലാം വാഴ്ത്തപ്പെട്ടു. അവരെല്ലാം അതിനെ വാഴ്ത്തി അത്രീനെ. അഗ്നി ഉണ്ടാക്കിയോണ്ട് അപ്സരസുകളും ഋഷിമാരും എല്ലാം അദ്ദേഹത്തെ വാഴ്ത്തി എന്ന് പറയുകയാണ്. കാരണം ഊർജമില്ലാതെ ഒന്നും നിലനിൽക്കാൻ പറ്റൂലല്ലേ. എല്ലാം ഉണ്ടായിരിക്കുന്നത് ഏതിൽ നിന്നാണ്? അഗ്നിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് വേദത്തിലെ ആദ്യത്തെ ദേവത, ഏറ്റവും പ്രധാനപ്പെട്ട ദേവത ഏതാണ്? അഗ്നിയാണ്. അപ്പോഴെന്ത് ചെയ്തു? ത്രിമൂർത്തികളെല്ലാം കൂടിയിട്ട് ആ ആശ്രമത്തിലേക്ക് എത്തി. അപ്പം 23 പറയാണ്, അത്രി മഹർഷി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തന്നെ ഈ 3 പേരെയും കണ്ടു. ആര്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ. അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആരെയാണ്? ഭഗവാനെ, ബ്രഹ്മത്തെ, അല്ലേ ഭഗവാനെ. പക്ഷെ ഇപ്പൊ 3 കക്ഷികളാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. പറയുകയാണ്, കാളേമലും ഹംസത്തുമ്മലും ഗരുഡന്റെ മേലെയാണ് ഈ 3 പേര് വന്നത്. അറിയാലോ, കാളേമല് ശിവൻ വരും, ഹംസത്തിന്റെ പേരിൽ ബ്രഹ്മാവ് വരും, ഗരുഡന്റെ മുകളില് വിഷ്ണു വരും. ഈ 3 പേരായിട്ട് കൂടിയിട്ടാണ് മുമ്പിൽ വന്ന് നിന്നത്. അപ്പൊ അദ്ദേഹത്തെ വണങ്ങി പൂജിച്ചു. പക്ഷെ അങ്ങേർക്കൊരു സംശയം, ഞാൻ ഒരാളെയല്ലേ വിളിച്ചിട്ടുള്ളൂ, ഞാൻ ഒരാളെയാണ് പ്രാർത്ഥിച്ചത്, പിന്നെ വന്നിരിക്കുന്നത് ഇപ്പൊ 3 എണ്ണമാണ്. പുഞ്ചിരിക്ക് 25-26 പുഞ്ചിരി തൂക്കി നിൽക്കുന്ന അവരുടെ തേജസ്സിക്കുന്ന കണ്ണുകൾ, തേജസ്സിനാൽ അദ്ദേഹത്തിന്റെ കണ്ണ് അടച്ചുപോയി. അപ്പൊ ഏകാഗ്രമായിട്ട് അത്രി മുനി പറഞ്ഞു. ആ തേജസ് കൊണ്ട് ഈ 3 പേര് മുമ്പിൽ വന്ന് നിന്നപ്പോൾ അത്രി മുനി കണ്ണടച്ചു പോയി ആ തേജസ് കൊണ്ട്. എന്നിട്ട് 3 പേരല്ലേ വന്ന് നിൽക്കുന്നു. എന്നിട്ട് മുനി പറഞ്ഞു, 27 പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരാദികളെ നിമിത്തമാക്കി മായാഗുണങ്ങളാൽ വെവ്വേറെയാക്കപ്പെട്ട ശരീരത്തോടു കൂടിയ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ
ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. മായയാലാണ് നിങ്ങൾ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പം ബ്രഹ്മത്തിനൊരു പ്ലാൻ അനുസരിച്ച്, പരമാത്മാവിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഒരു നല്ല സുന്ദരമായ ലോകം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു പ്രേരക ശക്തി വന്നു. അതിനെ ഭഗവാൻ എന്ന് പറയാം. ആ ഭഗവാൻ പിന്നെ എന്തായി തിരിയുന്നു? 3 ബലങ്ങളായിട്ട് തിരിയുന്നു: സൃഷ്ടി, സ്ഥിതി, സംഹാരം. കാരണം എനർജി എന്ന് പറയുമ്പോൾ തന്നെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കെമിസ്ട്രിയിൽ, സയൻസിലെല്ലാം പലതായിട്ട് ഓരോ സ്വഭാവം അനുസരിച്ച് വിധിക്കുന്ന മാതിരി തന്നെ ഇതിനെയും വിധിച്ചായിട്ട് കണ്ടാൽ മതി. ഈ അദൃശ്യമായ ബലങ്ങളെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബലങ്ങളെ 3ആയിട്ട് കണ്ടാൽ മതി. അതാണ് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ. 3 ബലങ്ങൾ: സൃഷ്ടി, സ്ഥിതി. ഏത് കർമ്മത്തിൻ്റെ പിന്നിൽ ഒന്നിക്ക് സൃഷ്ടിക്കുകൊണ്ട് കുറച്ചു കാലം പരിപാലിക്കും, പിന്നെ സംഹരിക്കും. അപ്പം അങ്ങനെ മായ കൊണ്ടാണ് ഇതിനെ 3ആയി തിരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് 3 പേര് ആയിട്ട് തിരിഞ്ഞു വന്നതാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ 3 പേരിൽ ഞാൻ വിളിച്ചത് ഒരാളെയാണ്. എന്തിനു വേണ്ടിയിട്ട്? എനിക്കൊരു കുട്ടി ഉണ്ടാക്കിയിട്ട് പ്രജകളെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ നിങ്ങൾ 3 പേരിൽ ആരാണ് എൻ്റെ വിളി കേട്ടിട്ട് വന്നതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ലെന്ന്. കാരണം 3 പേരാണ് കയറി വന്നിരിക്കുന്നത്. കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്, പക്ഷെ 3 പേരാണ് കയറി വന്നിരിക്കുന്നത്. എന്നാൽ അങ്ങ് ഒരേ ഒരു ഈശ്വരൻ മാത്രമാണ്. ഇവിടെ ഒരു ഈശ്വരനെ ഉള്ളൂ. 28 പറയാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ കക്ഷികൾ 3ആണ് നിൽക്കുന്നത്. സന്താനോൽപാദനത്തിന് വേണ്ടി ധ്യാനിക്കുന്ന മനസ്സിന് അതിലൂടെയാണ് അങ്ങ് എത്തിപ്പെട്ടിരിക്കുന്നത്. എത്തിപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾ മുഖേന മൂവരും എങ്ങനെ ഇവിടെ എത്തി? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എനിക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ തന്നെ കനിയണമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ 3 പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതെങ്ങനെ ഇങ്ങനെ 3 പേരായിട്ട് എത്തിയെന്ന് ചോദിച്ചു. ഇപ്പൊ 29 മൈത്രേയം പറയുകയാണ്, ഇപ്രകാരമുള്ള അത്രിയുടെ വാക്കുകൾ കേട്ട് ആ 3 പേരും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു ദൈവത്തെ വിളിച്ചിരുന്നു എനിക്കൊരു, പക്ഷെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളിപ്പോൾ 3 ആളായിട്ടാണ് തിരിച്ചിരുന്നത്. അദ്ദേഹം അർത്ഥപ്പെട്ടു പോയി. അപ്പോൾ ചിരിച്ചുകൊണ്ട് ആ 3 പേരും പറഞ്ഞു, അങ്ങ് ഏത് പ്രകാരത്തിലുള്ള സങ്കല്പത്തോടു കൂടിയാണോ ഈ നമ്മളെ വിളിച്ചത്? അങ്ങേ കുട്ടികളുണ്ടാകേണ്ട സങ്കല്പത്തോടു കൂടിയല്ലേ എന്നെ വിളിച്ചത്. അതിൻപടി തന്നെ സംഗതികളെല്ലാം നടന്നോളും, പേടിക്കണ്ട. കുട്ടികളുണ്ടാകാൻ വേണ്ടിയല്ലേ വിളിച്ചിരിക്കുന്നത്, അതതുപടി കാര്യങ്ങളെല്ലാം നടന്നോളും. അങ്ങ് ആരെയാണോ ധ്യാനിച്ചത് അവർ തന്നെയാണ് ഞങ്ങൾ. അങ്ങ് ആരെയാണോ ധ്യാനിച്ചത് ആ ഞങ്ങൾ അവരല്ല. ഈ 3 കൂടിയത് തന്നെയാണ് അങ്ങേരും. സംഗതി നമുക്ക് ഒറ്റക്ക് സയൻസിലൂടെ നോക്കാതെ എല്ലാം തോന്നുമ്പോൾ ഇതെല്ലാം പന്തികേടായി തോന്നും. പക്ഷെ ഇവിടെ എന്താണ്? ഒരു ബലം, അത് ബലത്തിൽ തന്നെ 3 രൂപത്തിൽ, സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 രൂപത്തിൽ ആയിട്ടാണ് പ്രവർത്തിക്കുക. എൻ്റെ കൈമേൽ ഒരു ബലമുണ്ട് എന്ന് വെച്ചോളൂ, എനിക്കൊരു ബലമുണ്ട്, കൈ ഒരു ഹാമർ ഉണ്ട് എന്ന് വെച്ചോളൂ. അപ്പോൾ ഞാൻ 2 സാധനത്തെ ചേർത്ത് വെച്ചിട്ട് അടിച്ചിട്ട് ഒന്നാക്കിയാണെങ്കിൽ അതെന്താണ്? സൃഷ്ടിയാണ്. അതെടുത്തിട്ട് അടിച്ച് പൊളിക്കുകയാണെങ്കിൽ അത് സംഹാരമാണ്. അതെടുത്തിട്ട് ആരെങ്കിലും ഇതിനെ തൊട്ടുപോകരുതെന്നും പറഞ്ഞിട്ട് ഞാൻ വടിയും ഹാമറും വെച്ചിരിക്കുകയാണ്, ആരും വന്നിട്ട് ഇതിനെ നശിപ്പിക്കാതെ, അത് സംരക്ഷണമാണ്, സ്ഥിതിയാണ്. ഒരു ബലം തന്നെ എത്ര രൂപത്തിൽ ആക്ട് ചെയ്യും? 3 രൂപത്തിൽ ആക്ട് ചെയ്യും. അപ്പം ബലത്തെ 3ആയി: സൃഷ്ടിക്കു പിന്നിലുള്ള പ്രേരക ശക്തി, സ്ഥിതി, സംഹാരത്തിനുള്ള പ്രേരക ശക്തി. അപ്പം നമ്മൾ 3 ഒന്ന് തന്നെയാണ്, പക്ഷെ 3 രൂപത്തിൽ ആക്ട് ചെയ്യും. അതുകൊണ്ട് 3ആയിട്ട് തരംതിരിച്ചു. എനർജിയെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ അതിന് എന്ത് പറയാം? പൊട്ടൻഷ്യൽ എനർജിന്നോ കൈനറ്റിക് എനർജിന്നോ എല്ലാം പറയാം. എല്ലാ സംഗതി ഒന്ന് തന്നെ. അതിനാൽ 31 പറയുന്ന, അതിനാൽ നമ്മിലൂടെ ഞങ്ങളുടെ അംശമായ നിനക്ക് പുത്രന്മാർ ജനിക്കും, അവർ അങ്ങയുടെ കീർത്തി വർദ്ധിക്കും. അതുകൊണ്ട് ഭയക്കൊന്നും വേണ്ട, ഞങ്ങളിലൂടെ എല്ലാം നിനക്ക് 3 പുത്രന്മാർ കിട്ടുക, അതിലൂടെ നിന്റെ കീർത്തി വർദ്ധിച്ചോളും. ഈ വരം നൽകിയ ശേഷം അവരെ 32 പറയാണ്, അവരെ 3 പേരും അവിടെ നിന്ന് പോയി. ഇനി 33, ബ്രഹ്മാവിൻ്റെ അംശത്തിൽ നിന്നും ചന്ദ്രനുണ്ടായി.
ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ മനസ്സാണ്, ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പൊ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുന്ന പ്രവർത്തികൾക്കെല്ലാം ബ്രഹ്മാവിന്റെ അംശത്തിൽ നിന്നും സൃഷ്ടിയാണ് ബ്രഹ്മാവ്. മനസ്സിൽ പ്രേരണ ഉണ്ടാകുമ്പോഴാണ് സൃഷ്ടി നടത്തുന്നത്. ചന്ദ്രനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. അപ്പൊ ചന്ദ്രൻ ഉണ്ടായി എന്നും പറയാം, ചന്ദ്രനിലൂടെ ആക്ട് ചെയ്യുന്ന പ്രേരക ശക്തിയെയും സോമൻ എന്ന് പറയാം. അപ്പൊ സോമൻ എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന, ചന്ദ്രൻ നമ്മളെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ശക്തിയായിട്ട് എടുക്കാം. വിഷ്ണുവിനെ യോഗജ്ഞനായ ദത്താത്രേയനുണ്ടായി, വിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന്. ദത്താത്രേയൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്ന ചുമതലയുള്ള ശക്തി വിശേഷം. ശിവന്റേതിൽ നിന്നും ദുർവാസാവും ഉണ്ടായി. ദുർവാസാവ് എന്ന് പറഞ്ഞാൽ കോപപ്പുഴ ചലിപ്പിച്ച് നശിപ്പിക്കുന്ന തരത്തിലുള്ള ആ ക്രോധവശം, അങ്ങനെ ദുർവാസാവും ഉണ്ടായി. ഇനി അങ്കീരസുകളുടെ സന്തതികളെ പറ്റി കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് ഇനി അങ്കീരസിന്റെ പറയാണ്. എല്ലാ ദേവന്മാരെയും നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. 34. അങ്കീരസിന്റെ ഭാര്യ ശ്രദ്ധയിൽ. അപ്പൊ ശ്രദ്ധ എന്ന ഒരു വികാരം, ഇതെല്ലാം വികാരമാണെന്ന് മനസ്സിലാക്കണം. ശ്രദ്ധ എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യും. ആ ശ്രദ്ധ എന്ന വികാരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയായിട്ട് അങ്കീരസിന്റെ ഭാര്യയെ ശ്രദ്ധയെടുക്കണം. അതിൽ നിന്ന് 4 പുത്രിമാരുണ്ടായി. സീനി, വാലി, കുഹു, രാഹ, അനുമതി എന്നീ 4 പുത്രിമാർ ജനിച്ചു. അദ്ദേഹത്തിന് വേറെ 2 പുത്രന്മാരും ഉണ്ടായിട്ടുണ്ട്. ഉദർഭ്യനും ബൃഹസ്പതിയും ജനിച്ചു. അപ്പം ബൃഹസ്പതി നമുക്കറിയാലോ വ്യാഴഗ്രഹമായിട്ട് എടുക്കാം. അപ്പം ഒരു ആത്മീയ വശത്തിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു, എല്ലാത്തിനും ഒരു നേതൃത്വം ഏറ്റെടുക്കുന്ന, സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സംരക്ഷണം നൽകുന്ന ഒരു ശക്തി വിശേഷമായിട്ട് വ്യാഴഗ്രഹത്തെ എടുക്കണം, അല്ലെങ്കിൽ ബൃഹസ്പതിയെല്ലാം എടുക്കണം. ഇനി ബ്രഹ്മാവിന്റെ മാനസപുത്രൻ എന്ന് പറയുന്നത് പുലസ്ത്യരുണ്ട്. പുലസ്ത്യരിൽ നിന്ന് ഹവ്യഭൂവ് എന്നവളിൽ അഗസ്ത്യൻ ജനിച്ചു. അഗസ്ത്യൻ എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സകളുമായിട്ട്, ആയുർവേദങ്ങളും സസ്യങ്ങളും എല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, സസ്യങ്ങളുടെ, ആയുർവേദ മരുന്നുകളുടെ, സസ്യങ്ങളുടെ എല്ലാം പിന്നിൽ, അവയെല്ലാം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന, അതിലുള്ള ആയുർവേദ മരുന്നുകളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷത്തെയായിട്ട് അഗസ്ത്യനെ എടുക്കണം. അപ്പൊ അഗസ്ത്യൻ ജനിച്ചു. പുലസ്ത്യന്റെ വേറൊരു പുത്രനാണ് വിശ്രവസ്, മഹാതപസ്യായിരിക്കുന്ന വിശ്രവസ്. അഗസ്ത്യൻ മുമ്പ് ജഠരാഗ്നിയായിരുന്നു. ജഠരാഗ്നി എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ ധരിപ്പിക്കുന്ന, ആയുർവേദമായിട്ട് ഭക്ഷണം ദഹിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനമായിട്ടും അഗസ്ത്യന് ആ ശക്തി വിശേഷം, നമ്മളെ ദഹനചക്രത്തിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷത്തെയും അഗസ്ത്യനിലൂടെ കാണണം. ഇനി 37 വിശ്രവസിന് ഒരു മകനുണ്ട് എന്ന് പറഞ്ഞല്ലോ. വിശ്രവസിന് ഇടവിട എന്ന പത്നിയിൽ യക്ഷരാജാവായ കുബേരനുണ്ടായി. ഇടവിട എന്ന പത്നിയിൽ യക്ഷരാജാവായ കുബേരനുണ്ടായി. കുബേരൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ സമൃദ്ധിയുടെ, എല്ലാ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പിന്നിലുള്ള, നമുക്ക് ഒരു നല്ലൊരു ഐശ്വര്യം കിട്ടുമ്പോൾ നമ്മൾ കുബേരൻ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് കുബേരൻ. മറ്റൊരു തീയിലാണ് രാവണനും കുംഭകർണനും ഉണ്ടായിരിക്കുന്നത്. രാവണൻ എന്ന് പറഞ്ഞാൽ എന്തായാലും അറിയാലോ, മറ്റേ കൊളോണിയലിസത്തിലേക്കെല്ലാം നയിക്കുന്ന
ആ മറ്റുള്ള രാജ്യങ്ങളെ കയ്യേറാനുള്ള താല്പര്യങ്ങളും അപഹരിച്ചു കൊണ്ടുപോകാനുള്ള രാക്ഷസ സ്വഭാവമുള്ളതാണ്. പിന്നെ കുംഭകർണനും വിഭീഷണനും ജാതരായി. അങ്ങനെ കുറച്ചു പേരും ഇവരിൽ നിന്നാണ് ജാതക. ഇതെല്ലാം പ്രേരക ശക്തികളാണ്. കൊളോണിയലിസത്തിന്റെ പിന്നിൽ, വിദേശാധിപത്യത്തിന്റെ വിദേശികളെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷങ്ങളായിട്ട് ഇവരെയെല്ലാം കാണും. അതിൽ നല്ല ആൾക്കാരും ഉണ്ട്. ഇനി 38 പുലഹന്റെ, ബ്രഹ്മാവിന്റെ വേറൊരു മാനസപുത്രനാണ് പുലഹന്റെ ഭാര്യയായ ഗതി. ഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതി എന്നെല്ലാം പറയുന്നില്ലേ, ആ പോക്ക്, ആ പോക്കിന് പ്രേരിപ്പിക്കുന്ന ഗതി എന്ന പത്നിയിൽ കർമ്മശ്രേഷ്ഠൻ, വലിയാൻ, സഹിഷ്ണു എന്നു പേരായ 3 പുത്രിമാർ ജനിച്ചു. പുത്രിമാരല്ല, പുത്രന്മാരെ പ്രസവിച്ചു. ഇനി 39 അത് പുലഹനിലൂടെയാണ്. ഇനി 39 ക്രതുവിന്റെ ഭാര്യയായ, അതായത് ബ്രഹ്മാവിന്റെ മാനസപുത്രനായ ക്രതു എന്നവന്റെ ഭാര്യ ക്രിയയിൽ. അപ്പം എല്ലാ ക്രിയകളിലും ക്രിയ എന്ന പ്രവൃത്തിക്ക് പിന്നിൽ ക്രിയ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ പ്രവൃത്തിയാണ് ക്രിയ എന്നവളിൽ ബാലഖില്യന്മാരെന്ന 60,000 ഋഷിമാരെ ജനിപ്പിച്ചു. അപ്പൊ ആ ക്രിയയിലൂടെയാണ് ഋഷിഗണങ്ങൾ ഉണ്ടാകുന്നത്. ഇനി 40 വസിഷ്ഠൻ. വസിഷ്ഠന് ഊർജാദേവിയിൽ വസിഷ്ഠനും ഊർജവും ആയിട്ട് ബന്ധമുണ്ട്. എനർജിയുടെ ഊർജം. വസിഷ്ഠൻ വലിയ വേദങ്ങളിൽ എഴുതിയ പല സൃഷ്ടികർമ്മങ്ങൾക്ക് പിന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങളും എഴുതിയ കൂട്ടത്തിലുള്ളതാണ് വസിഷ്ഠൻ. ആധുനിക മോഡേൺ സയൻസിന്റെ എല്ലാം ഊർജതന്ത്രത്തിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വസിഷ്ഠൻ. ഊർജതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഫിസിക്സ്. അതുകൊണ്ടാണ് വസിഷ്ഠന് ഊർജാദേവിയിൽ ചിത്രകേതു മുതലായ പുത്രന്മാർ ജനിച്ചു. ചിത്രകേതു. അപ്പൊ എഞ്ചിനീയറിംഗ് വിഷയങ്ങളെല്ലാം ചിത്രം, എഞ്ചിനീയറിംഗ്, ഡ്രോയിങ് ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഒരു വീടിന്റെ പ്ലാന് തന്നെ ചിത്രരൂപത്തിലെല്ലാണ് വരച്ചു വെക്കുന്നത്. എല്ലാം ചില സിമ്പിൾസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഊർജതന്ത്രം കൈകാര്യം ചെയ്യുക. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വരക്കും. അപ്പം ചിത്രവും എഞ്ചിനീയറിംഗ്, ഡ്രോയിങ് ആണ്. എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡ്രോയിങ്. ഒരു വീട് വരക്കുമ്പോൾ പ്ലാനാണ് വരച്ചു വെക്കുക, അതൊരു ഡ്രോയിങ് ആണ്. അപ്പോൾ വസിഷ്ഠന് ഊർജാദേവിയില് ചിത്രകേതു മുതലായ പുത്രന്മാർ ജനിച്ചു. അവർ 7 ബ്രഹ്മർഷിമാരായി. ഇനി അവര് ഈ 7 ബ്രഹ്മർഷിമാരുടെ പേര് പറയുകയാണ്. ചിത്രകേതു, അവര് ചിത്രകേതു, സുരോജിഷ്, വിരജിത്, മിത്രൻ, ഉൽബണൻ, വസുഭൃദ്യാൻ, ധൂമൻ എന്നിവരാണ് ആ 7 ബ്രഹ്മർഷിമാർ. പേരുകളെല്ലാം കുറച്ച്. എന്നിട്ട് ശക്തി മുതലായ മറ്റു പേര് മറ്റൊരു പത്നിയിലും ഉണ്ടായി എന്നും പറഞ്ഞു വ്യക്തിയാണ് അദ്ദേഹത്തിന്. ഇനി അഥർവൻ 42 അഥർവന്റെ പത്നിയായ ചിത്തിയാകട്ടെ നല്ല തപസ്വിനിയും കൂടിയാണ്. അവളില് കുതിരയുടെ മുഖമുള്ള ദത്യൻ എന്ന പുത്രനെ ജനിപ്പിച്ചു. അപ്പൊ അഗസ്ത്യന് കുതിരമുഖമുള്ള ദത്യൻ എന്ന പുത്രനാണ് ഉണ്ടായത്. ആര്? ചിത്തിയായിട്ട്. ഇനി 43 ഭൃഗുമുനി. ഭൃഗുമുനിക്ക് ഖ്യാതി എന്ന പത്നിയിൽ, ഖ്യാതി എന്ന് പറയുമ്പോഴും അതൊരു വികാരമാണല്ലോ, നെയിം ആൻഡ് ഫെയിം.
ഭൃഗുമുനിക്ക് കാതി എന്ന പത്നിയിൽ ദാതാവിനെയും വിധാതാവിനെയും ലക്ഷ്മിയെയും ജനിപ്പിച്ചു. എന്നിട്ട് 44 പറയുന്നു, മഹാമേരു പർവ്വതം ഏതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 7 ലോകങ്ങളിലുള്ളതിൽ ഏറ്റവും നടുവിലുള്ളതിലുള്ള പർവ്വതത്തെയാണ് മഹാമേരു പർവ്വതം എന്ന് പറയുന്നത്. ആ മഹാമേരു പർവ്വതത്തിൽ നിന്ന് മഹാമേരു ആയതി എന്നും നിയതി എന്നും 2 പെൺകുട്ടികൾ ഉണ്ടായിട്ട് അവർക്ക് നേരത്തെ ദാതാവിനെയും വിധാതാവിനെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അവരിൽ നിന്നും മൃഗണ്ഡനെന്നും പ്രാണനെന്നും പേരായ 2 പുത്രന്മാരുണ്ടായി. മൃഗണ്ഡനെന്നും പ്രാണനെന്നും പേരായ. അപ്പൊ പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ നാഡികളിലൂടെ പ്രവഹിക്കുന്ന ആ സിഗ്നൽ സിസ്റ്റംസ് ആണ്, ആ പ്രേരക ശക്തികളാണ്. നാഡികളിലൂടെ നമ്മുടെ മനസ്സിനെയെല്ലാം പ്രേരിപ്പിക്കുന്നതാണ് ഈ പ്രാണനെന്ന്. ഈ മൃഗണ്ഡനിൽ നിന്നാണ് മാർക്കണ്ഡേയൻ ഉണ്ടായത്. പ്രാണന് വേദശിരസ് എന്ന മുനിയും ഉണ്ടായി. ഭൃഗുവിന്റെ പുത്രൻ തന്നെയാണ് ആര്? ശുക്രാചാര്യർ. ശുക്രാചാര്യർ എന്ന് പറഞ്ഞാൽ ശുക്രഗ്രഹത്തിന്റെ, ശുക്രൻ എന്ന ഗ്രഹത്തിലൂടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ശുക്രൻ എന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗഭാഗ്യങ്ങളെല്ലാം നൽകുന്നതാണ്. അപ്പൊ ആ ഗ്രഹത്തിലൂടെ നമ്മിലേക്ക് സ്വാധീനം ചെലുത്തുമ്പോഴാണ് നമുക്ക് ഭൗതിക സുഖങ്ങളിലെല്ലാം താല്പര്യം ജനിപ്പിക്കുന്നത്. ശുക്രൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭൗതിക വസ്തുക്കളോട് താല്പര്യം ജനിപ്പിക്കുക. അതിന് പ്രേരിപ്പിക്കുന്ന ആ ബലത്തെ, ശുക്രനിലൂടെ ആക്ട് ചെയ്യുന്ന ആ ബലത്തെ, ഭൗതിക സുഖങ്ങളിലെല്ലാം അല്ലെങ്കിൽ സുഖഭോഗ വസ്തുക്കളിലെല്ലാം താല്പര്യം ജനിപ്പിക്കുന്ന ആ ഒരു ബലത്തെയാണ് ശുക്രാചാര്യരെ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഇതിന്റെ 46 പറയാം. അങ്ങനെ പലതരം വിചാരങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തികളെ ഇങ്ങനെ പലതായിട്ട് അവർ വളരെ വിസ്തരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതെല്ലാം ആ ഫീൽഡിൽ ഗവേഷണം നടത്തുന്നവർക്ക് ചിന്തിക്കേണ്ടതാണ്. ഇത്തരം കുറെ പ്രേരക ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. സയൻസ് അതൊന്നും ഇന്ന് എടുക്കുന്നില്ല. സയൻസ് വെറും ഹൈഡ്രജനും ഓക്സിജനും കൂടി ഇന്ന് ഉണ്ടാക്കും. ഒരു വീടിൻ്റെ പ്ലാന് വരച്ച് വെച്ച് കഴിഞ്ഞാൽ വീടുണ്ടാകും, നല്ല തിരിച്ചടക്കുകയാണ്. അങ്ങനെയൊന്നും വീടുണ്ടാവില്ല. വീടുണ്ടാകേണ്ടി അതിൻ്റെ പിന്നിൽ മാനേജ്മെൻറ്റും വേണം. മാനേജ്മെൻറ്റിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മോട്ടിവേഷൻ എന്നെല്ലാം നമ്മൾ മാനേജ്മെൻറ്റിൽ പഠിക്കും. മോട്ടിവേഷൻ ഫാക്ടർ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, പ്രേരിപ്പിക്കുക, ഒന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള പ്രേരക ശക്തികളെല്ലാം നമ്മൾ മാനേജ്മെൻറ്റിൽ എടുക്കുന്നുണ്ട്, കുറച്ചല്ല. ഇവര് സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാ ഇത്തരം വിചാരങ്ങൾക്ക് പിന്നിലുള്ള ശക്തികളെയും തരംതിരിച്ച് പറഞ്ഞിട്ട് 46 പറയുന്നു, ഇവരെല്ലാം കൂടി ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് പല സൃഷ്ടികളും നടത്തിക്കൊണ്ട് ലോകം മുഴുവൻ നിറച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ കർദമുനിയുടെ പുത്രിപുത്രന്മാരുടെ വംശക്രമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ പാപനാശം സംഭവിക്കും. ഇത് ശ്രദ്ധിച്ച് ഇതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കിയത് എന്താണ് ഇവർ ഈ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നവൻ്റെ എന്ത് പറ്റും? പാപമെല്ലാം അകന്നു പോകും, അവൻ പുണ്യവാനായി മാറും. കാരണം അത്രയും വലിയ ഇതിനെല്ലാം നിങ്ങൾ സ്വന്തം ബുദ്ധിയിൽ ഇരുന്നത് കൊണ്ട് ചിന്തിച്ചു നോക്കുക. അല്ലാതെ ഇങ്ങനെ കുറേ മനുഷ്യര് ആണും പെണ്ണുമായിട്ട് കുറേ എണ്ണം ജനിച്ചു എന്ന നിലയിലൊന്നും കാണരുത്. ഈ ഫലങ്ങളാണ് ഇനി ഇവരെ ജനിപ്പിക്കാൻ പോകുന്നത്. അത് ജനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആറ്റങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് തന്മാത്രകൾ ഉണ്ടായിട്ട്, ആ തന്മാത്രകൾ ഉണ്ടായിട്ട് മനുഷ്യന്റെ രൂപത്തിലേക്ക് ആക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന, പട്ടിയാക്കുന്നതിനും പൂച്ചയാക്കുന്നതിനും ചെടികളാക്കുന്നതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ പ്രേരക ശക്തികളായിട്ട് ഇതിനെ എടുത്തുകൊള്ളണം. ഇനി 47 ഇനി പ്രധാനപ്പെട്ട ഇതിലേക്ക് വരികയാണ്. ബ്രഹ്മപുത്രനായ ദക്ഷ പ്രജാപതി, ബ്രഹ്മാവിൻ്റെ വേറെ പുത്രനാണല്ലോ ദക്ഷ പ്രജാപതി, മനുപുത്രിയായ മനുവിൻ്റെ പ്രസൂതിയെ വിവാഹം കഴിച്ചു. മനുവിന് നേരത്തെ പ്രസൂതി എന്നെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അതിൽ
സുലോചനന്മാരായ 16 പെൺമക്കൾ ജനിച്ചു. 16 പെൺമക്കളാണ് ജനിച്ചത്. എന്നിട്ട് 48 പറയുന്നു, പ്രഭാവശാലിയായ ദക്ഷൻ 13 പേരെ ധർമ്മദേവന് കൊടുത്തു. നേരത്തെ ഒരു ധർമ്മദേവനെ പറ്റി പറഞ്ഞല്ലോ, അവർക്ക് 13 പേരെ കൊടുത്തു. ഒരാളെ അഗ്നിദേവന് കൊടുത്തു. നേരത്തെ അഗ്നിന്റെ കാര്യം പറഞ്ഞു. മറ്റുള്ളവളെ പിതൃദേവന്മാർക്കെല്ലാം കൊടുത്തു, പിതൃക്കൾക്കായിട്ട് കൊടുത്തു. വേറൊരാളെ ശിവനും കൊടുത്തു. അത് നമുക്കറിയാലോ, ഒരാളെ ശിവന് കൊടുത്തിട്ട്. എന്നിട്ട് 49 ധർമ്മന്റെ പത്നിമാർക്ക് 13 പേരെ ധർമ്മനാണല്ലോ കൊടുത്തത്. ആ 13 പേരെ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളണം, അതെല്ലാം ഓരോ പ്രേരക മനസ്സിന് നമ്മുടെ വിചാരങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധ, നമ്മളുടെ ശ്രദ്ധയുണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി. മൈത്രി ബന്ധമുണ്ടാക്കുക. അവന് തീരെ ആരുമായിട്ട് ഒരു കൂട്ടുമില്ല എന്നത് അവൻ്റെ മൈത്രി അവിടെ ആക്ട് ചെയ്യുന്നില്ല. ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ജീവിതത്തിൽ ഉന്നതി ഉണ്ട്. ബുദ്ധി, മേധ, ക്ഷ, ഫ്രീ, മൂർത്തി എന്നിങ്ങനെ ധർമ്മന്റെ പത്നിമാരാണ്. ഇനി 50 ഈ ധർമ്മത്തിന് ഇത്തരം പുത്രിമാരെ കൊടുത്തിട്ട് ആ പുത്രിമാരിലൂടെ എന്താണ് ഉണ്ടായതെന്ന് പറയുകയാണ്. ധർമ്മമാണ്, ധർമ്മദേവനാണ്. ധർമ്മം ശ്രദ്ധയില് ശുഭത്തെ ഉണ്ടാക്കി. ആരാ ജനിച്ചെന്ന് പറയുകയാണ്. ധർമ്മന് ശ്രദ്ധയില് ശുഭത്തെയും, ധർമ്മം മൈത്രി എന്നവളില് പ്രസാദത്തെയും, ദയുണ്ടായാൽ എന്താ കിട്ടുക? ദയും ധർമ്മവും കൂടി ചേർന്നിട്ട് അഭയത്തെയും, ദയുണ്ടായാൽ നമുക്ക് അഭയം കിട്ടും. ശാന്തി എന്നവളില് ധർമ്മവും ശാന്തിയും ചേർന്നാല് സുഖമുണ്ടാകും, സുഖത്തെയും. തുഷ്ടി മോദത്തെയും, പുഷ്ടി സ്മയത്തെയും 51-52 മുതൽ, ക്രിയ യോഗത്തെയും, ഉന്നതി ദർപ്പത്തെയും, ബുദ്ധി അർത്ഥത്തെയും. ബുദ്ധിയിലൂടെയാണ് എന്ത് കിട്ടുക? ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അർത്ഥം കിട്ടും. അർത്ഥത്തെയും, മേധ ധർമ്മമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ സ്മൃതിയെയും, തിദിക്ഷ ക്ഷേമത്തെയും, ഹ്രീം പ്രശ്രയത്തെയും, സമസ്ത ഗുണങ്ങളുടെയും ഉറവിടമായ മൂർത്തി എന്ന ധർമ്മപത്നിയിൽ നരനെന്നും നാരായണനെന്നും പേരായ 2 ഋഷിമാരെയും ജനിപ്പിച്ചു. അപ്പം മൂർത്തിയില് ധർമ്മത്തിന് നരനും നാരായണനും ജനിച്ചു. ഇതെല്ലാം ഇതിൽ നിന്നാണ് ഇനി സൃഷ്ടി ഉണ്ടാകുന്നത്. നമുക്കറിയാം, നരനാരായണന്മാരിൽ നിന്നാണ് സൃഷ്ടിയാണ്. ഇതെല്ലാം ചില സ്വഭാവ വിശേഷങ്ങളാണ്. നമ്മളിൽ ഉണ്ടാക്കുന്ന ഓരോ വ്യക്തിയിലുമുള്ള സ്വഭാവ വിശേഷങ്ങൾക്ക് പിന്നിൽ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് നമ്മൾ ഇവിടെയെല്ലാം പലതരത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവരൊന്നും
പുത്രിമാരും പുത്രന്മാരുമായിട്ട് നമ്മളെ രൂപത്തിലൊന്നും കണ്ടു കളയരുത്. ഇനി 53 അങ്ങനെ ഈ അവതാരങ്ങളിലൂടെയല്ല 53 പറയാണ്, ഇങ്ങനെ കുറേ അവതാരങ്ങൾ, കുറേ ബലങ്ങൾ അവതാരങ്ങളായിട്ട് വന്നിട്ട് അതിലൂടെ ലോകം എന്തായി മാറി? അവതാരങ്ങളിലൂടെ ലോകം അത്യാനന്ദകരമായിട്ട് ഭവിച്ചു. ഈ ആനന്ദകരമായ ഈ ലോകം ഉണ്ടായതിന് പിന്നിൽ ഈ ശക്തികളെല്ലാമാണ് ഉള്ളത്. ഇതെല്ലാം അവതാരങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ജനമാനസങ്ങൾ തെളിവാർന്നു എന്ന് പറയുകയാണ്. ജനത്തിൻ്റെ മാനസങ്ങൾ തെളിഞ്ഞു വന്നു. നമ്മുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങൾ, ദേഷ്യ, കോപം ഇങ്ങനെയെല്ലാം ഉള്ളത് ഇതിലൂടെയാണ് തിരിഞ്ഞു വന്നത്. ഇത് മാത്രമല്ല തെളിഞ്ഞു വന്നത് ദിക്കുകൾ, കാറ്റുകളെ അടുപ്പിക്കുന്ന പ്രേരക ശക്തികൾ, പുഴകളെ ഒഴുക്കാനുള്ള പ്രേരക ശക്തികൾ, മലകൾ ഉണ്ടാക്കുന്നതിന് പിന്നുള്ള ഭൂമിയിൽ പലതുണ്ടല്ലോ, പുഴയുണ്ട്, മലയുണ്ട്, കാറ്റുണ്ട്. ഇതെല്ലാം അടുപ്പിക്കുന്നതിനെല്ലാം പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രേരക ശക്തികളാണ് ഇത്. ഇതെല്ലാം ഇവയിലൂടെയാണ് തെളിഞ്ഞു വന്നത്. ആ അർത്ഥത്തിൽ മനസ്സിലായിക്കൊള്ളു. ഇനി 54 മുതൽ 55 വരെ. അപ്പൊ ഇത്രയും സൃഷ്ടിയല്ല, ഇങ്ങനത്തെ സംഗതികളെല്ലാം അവതാരങ്ങളെല്ലാം ലോകത്തിൽ ഉണ്ടായപ്പോൾ ആകാശത്ത് പെരുമ്പറകൾ മുഴങ്ങാൻ തുടങ്ങി. കാറ്റെല്ലാം അടിച്ചിട്ട് പെരുമ്പറകൾ മുഴങ്ങി. പുഷ്പവൃഷ്ടി വർദ്ധിച്ചു എന്ന് പറയാണ്. മാമുനിമാരെല്ലാം സ്തുതിച്ചു. മാമുനിമാരൊന്നും ഉണ്ടായിട്ടില്ലേ, എല്ലാം സ്തുതിച്ചു എന്ന് പറയാണ്. ഗന്ധർവന്മാർ പാടി, ദേവന്മാരെ നൃത്തം വെച്ചു, ദേവനാരിമാരെ നൃത്തം വെച്ചു. എങ്ങും നന്മ ഉളവായി. ബ്രഹ്മാവ് തുടങ്ങി എല്ലാ ദേവന്മാരും സ്തുതിഗീതങ്ങൾ കൊണ്ട് ഭജനം നടത്തി. അപ്പോൾ ആദ്യം ഇതെല്ലാണ് സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ 56 ദേവകൾ ചൊല്ലുന്നു. എൻ്റെ ദേവന്മാരെല്ലാം ചൊല്ലുകയാണ്, തൻ്റെ തന്നെ യോഗമായാൽ ഇതെല്ലാം ഏതിൽ നിന്നാണ് തുടങ്ങിയത്? ആ ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് തുടങ്ങിയാണ്. ആകാശത്തിൽ ഗന്ധർവ നഗരം പോലെ വിശ്വം ഏതൊരു ആത്മാവിൽ നിന്ന് വിരചിക്കപ്പെട്ടുവോ. വിശ്വസൃഷ്ടിക്ക് പിന്നിൽ ഉണ്ടായി വന്ന, പിന്നിൽ പ്രവർത്തിച്ച ഈ ശക്തി വിശേഷങ്ങളെല്ലാം, വിശ്വം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള ഈ ശക്തി വിശേഷം ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുവാനായി, ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ ആ പ്ലാൻ, പരമാത്മാവിൻ്റെ പ്ലാനിനെ പ്രകാശിപ്പിക്കുവാനായി ധർമ്മദേവ ഭവനത്തിൽ, ധർമ്മദേവനിൽ നിന്നാണല്ലോ, ധർമ്മദേവന്റെ ഭവനത്തിൽ യാതൊരുവൻ ആത്മാവിഷ്കാരം ചെയ്തുവോ ആ പുരുഷന് നമസ്കാരം പറയുകയാണ്. ആ പുരുഷനിൽ നിന്നും പ്രകൃതി, പുരുഷനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഇനി 57 പറയുകയാണ്, ദൃഷ്ടിയിലൂടെയുള്ള തത്വത്തോടുകൂടി, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടക്കുന്നത്. ആ നിന്തിരുവടി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ശക്തിവിശേഷം എല്ലാ സൃഷ്ടിയും നടത്തുന്നത്. സത്വഗുണങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട, ഇപ്പം സത്വഗുണങ്ങളുടെ 3 ഗുണങ്ങൾ, സത്വരജോ തമോ ഗുണം, സൃഷ്ടി സ്ഥിതി സംഹാരം, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ഏതിനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ ദേവഗണങ്ങളായ ഞങ്ങളെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ദേവഗണങ്ങളാണ്, ആദ്യമുള്ള ബലങ്ങളാണ്, പലതരം സ്വാധീനിക്കുന്ന, നമ്മെ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ സ്വാധീനിക്കുന്ന ബലങ്ങളാണ്. ആ ബലങ്ങളെയെല്ലാം ദേവഗണങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതോ ലക്ഷ്മി നിവാസഭൂതവും നിർമ്മലവും ആയ താമര, ആ താമരയുണ്ടല്ലോ, ആ താമരയെ എന്ത് ചെയ്യാണ്? തൃക്കൺ പാർത്തുകൊണ്ട്, തൃക്കൺ പാർത്താലും എന്ന് പറയുകയാണ്. അതായത് ആ താമരയിലൂടെയാണ് ഇനി പ്രപഞ്ചം വികസിച്ച്, താമര വികസിച്ച് വരുന്നതുമാതിരി ഈ പ്രപഞ്ചം വികസിച്ച് വരാൻ
പോകുന്നത്. ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തത്വങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഈ ദേവതകളുടെ പ്രേരണയാലാണ് ഇനി പ്രപഞ്ചം ഉണ്ടാകാൻ പോകുന്നത്. ഇനി 58. അങ്ങനെ ഭഗവാന്മാർ ഇരുവരും ദേവസംഘങ്ങളോടുകൂടിയുള്ള ഗന്ധമാദമ പർവ്വതത്തിലേക്ക് യാത്രയായി. ഇനി 59. ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശമായ അവരിരുവരും ഭൂമിയുടെ ഭാരത്തെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് യദുവംശമുഖ്യനും കുരുവംശമുഖ്യനുമായ 2 കൃഷ്ണന്മാരായിട്ട് ഇവിടെ വന്നിരുന്നു പോൽ എന്ന് പറയുകയാണ്. ആ വിഷ്ണു 2 യദുവംശമുഖ്യനും കുരുവംശമുഖ്യനുമായിട്ട് ഇവിടെ വന്നിരുന്നു പോൽ എന്തിനു വേണ്ടിയിട്ട്? ഭൂമിയുടെ ഭാരത്തെ തീർക്കുവാൻ വേണ്ടിയിട്ട്. അതും ഒരു ബലമായിട്ടാണ് വന്നത്. അതാരാണ്? അർജുനനും കൃഷ്ണനും. കൃഷ്ണനും അർജുനനും കൂടിയാണ് ഇവിടെ പിന്നീട് അവസാന കാലഘട്ടത്തിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിൽ അധർമ്മം പെരുകിയപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ അല്ലെ 3ാം ലോക മഹായുദ്ധത്തിൽ ഒരു അദൃശ്യ ശക്തിയായിട്ട് വന്നവരാണ് ആര്? കൃഷ്ണനും അർജുനനും. ഇവരെ എല്ലാം ആ ബലങ്ങൾ തന്നെയാണ്. അതെല്ലാം നമ്മിലൂടെ ആക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ വിശിഷ്ട വ്യക്തികളിലൂടെ ആക്ട് ചെയ്യുന്ന ബലങ്ങളായിട്ട് കാണണമെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത്തരം ബലങ്ങൾ തന്നെയാണ് കൃഷ്ണകഥയിൽ അല്ലെ മഹാഭാരത യുദ്ധത്തിലെല്ലാം കൃഷ്ണനായിട്ടും അർജുനനായിട്ടും എല്ലാം വിവരിച്ചത് ഇത്തരം ബലങ്ങൾ തന്നെയാണ്. അത് അതാത് കാലഘട്ടത്തിൽ അതാത് വ്യക്തികളിലൂടെയെല്ലാം ആക്ട് ചെയ്യും. നമ്മളിലൂടെയെല്ലാം തന്നെ കാലത്തിലൂടെ തന്നെ അക്കാലത്തിലെ ജനങ്ങളിലൂടെയെല്ലാം തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ അതൊന്നും മനുഷ്യരുടെ രൂപത്തിലൊന്നും കാണരുത്. എന്നിട്ട് 60 പറയുകയാണ്, അഗ്നിയുടെ പത്നിയായ സ്വാഹാദേവി. അഗ്നിയുടെ പത്നി സ്വാഹ. ആ സ്വാഹാദേവിയിൽ നിന്ന് പാവക, പവമാന, ശുചി എന്നീ 3 പുത്രന്മാർക്ക് ജന്മം നൽകി. അപ്പം അഗ്നിക്കും പവമാന അഗ്നി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അഗ്നി പല രൂപത്തിലുണ്ട്. അപ്പം അഗ്നിയാണ് ആദ്യം ഉണ്ടായത്. ആദ്യമല്ല, അതിന് മുമ്പിൽ ജലം ഉണ്ടായതായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്, വായു ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അഗ്നിക്ക് തന്നെ എന്ത് രൂപത്തിൽ പ്രകടമായത്? പാവക, പവമാന, ശുചി എന്നീ 3 രൂപത്തിലും അഗ്നി പ്രകടമായി. എന്നിട്ട് 61 പറയാണ്, അവരിൽ നിന്നും ആ അഗ്നിയിൽ നിന്ന് തന്നെ പിന്നെയും വകഭേദങ്ങൾ ഉണ്ടായി. എന്തെല്ലാം? 40ഉം 5ഉം അഗ്നിദേവകൾ ഉണ്ടായി. 40ആയിട്ടും 5ആയിട്ടും എല്ലാം അഗ്നിദേവകൾ ഉണ്ടായി. അവർ തന്നെ പിതാക്കന്മാരോടും പിതാമഹന്മാരോടും കൂടി 49 അപ്പം അഗ്നി തന്നെ 49 തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അഗ്നി എന്ന പ്രേരക ശക്തി അതിൽ ഒന്ന് അഗ്നി തന്നെയാണ്. പിതാമഹന്മാർ എന്നുള്ളത് പറഞ്ഞത് 3 തരം അഗ്നിയെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 3 തരം അഗ്നി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അതിൻ്റെ കൂടെ 45 അഗ്നികൾ വേറെയുണ്ട്. 40ഉം 5ഉം അങ്ങനെ 49 തരത്തിൽ ഈ അഗ്നികളെ തരംതിരിച്ചിട്ട് പറയുന്നുണ്ട്. അഗ്നി എന്ന് പറയുന്നത് ഊർജമായിട്ട് കണ്ടാൽ മതി. ഊർജത്തെ 49 തരത്തിലുള്ള ഊർജമായിട്ട് ഇവിടെ പറയുകയാണ്. നമ്മൾ ആധുനിക സയൻസിലും അഗ്നിയെ, ഊർജത്തെ പല രൂപത്തിൽ നമുക്ക് പറയാം. അങ്ങനെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഈ 49 തന്നെ ഏകദേശം വരും. ഒന്ന് അഗ്നിയാണ്, സാധാരണ അഗ്നി, കത്തുന്ന അഗ്നി. എല്ലാതെ ഊർജത്തിന് 49 തരത്തിലായിട്ട് തിരിക്കാം. ആകെ 49 തരത്തിലായിട്ട് തിരിക്കാമെന്ന് പറയുകയാണ്. ഇനി 62 പറയുന്നത്, വേദോക്തമായ യജ്ഞകർമ്മങ്ങളിൽ, വേദങ്ങളിൽ പറയുന്ന അഗ്നിയെ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഗ്നിയെ, വേദോക്തമായ യജ്ഞകർമ്മങ്ങളിൽ ദേവജ്ഞരായ ഋഷികളാൽ പറയപ്പെട്ട അഗ്നി. ഋഷികൾ വേദങ്ങളിലൂടെ പലതരം അഗ്നിയെപ്പറ്റി
പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ അഗ്നിയെല്ലാം തന്നെയാണ് മേൽപ്പറഞ്ഞ അഗ്നികൾ എന്ന് പറയുകയാണ്. അഗ്നിയെ 49 തരംതിരിക്കാം. അത് വേദങ്ങളിൽ പലതായിട്ട് അഗ്നിയെ പലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് തന്നെയാണ് ഈ പറഞ്ഞ 49 എണ്ണം എന്ന് പറയുകയാണ്. ഇനി 63 ഇനി പിതൃദേവതകളെയും പലതായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അഗ്നിശ്വാത്തന്മാർ, ബർഹിഷത്തുക്കൾ, സോമപന്മാർ, ആർജവന്മാർ, അഗ്നീകരണമുള്ളവർ, അഗ്നീകരണമില്ലാത്തവർ, ഇങ്ങനെ പല പിതൃദേവതകളുണ്ട് എന്ന് പറയുകയാണ്. പിതൃക്കളെയും പലതായിട്ട് തരംതിരിച്ചു. അവരുടെ പത്നി എന്ന് പറയുന്നത് ദക്ഷപുത്രി ശ്വേതയാണ് എന്നും പറയുന്നു. അപ്പൊ ഇവരുടെ എല്ലാം പത്നി ശ്വേതയാണല്ലോ. ആ ശ്വേതയിൽ നിന്നും വൈന, ധാരണി എന്നീ 2 പുത്രിമാരും ജനിച്ചു എന്ന് പറയുകയാണ്. അവരാണ് വേദത്തിലെല്ലാം വേദം പഠിച്ചവരും വേദജ്ഞാനം നേടിയവർ, അവയുടെ മറുകര കണ്ടവരാണ്. അപ്പം വേദജ്ഞാനം നേടാൻ കഴിവുള്ളവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷങ്ങളായിട്ട് ഈ 2 വയുന, ധാരണി എന്നീ 2 പുത്രിമാരെ കാണണം. അവരാണ് വേദജ്ഞാനം നേടുന്നതിനെ സഹായിക്കുന്നവരായിട്ട്. ഇവര് എല്ലാ വേദങ്ങളും പഠിച്ചവരും അതിൽ അഗ്രഗണ്യരാണെന്ന് പറയുകയാണ് വയുന, ധാരണി. ഇതില് ഈ പിതൃദേവതകളിൽ നിന്നും ദക്ഷപുത്രിയായ സ്വാതിയിലുണ്ടായ ഈ വൈനാധാരണി എന്നിവർ പിതൃക്കളിലൂടെ തന്നെയാണ് വേദങ്ങൾ കൈമാറി വന്നിരിക്കുന്നത്. അവരിലുള്ള പണ്ഡിതന്മാരുണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിയായിട്ട് ഈ വൈനാധാരണി എന്നിവരെ എടുക്കാം. എൻ്റെ 65 എന്ത് പറയുന്നു? ശിവന്റെ പത്നിയായ സതീദേവി. അപ്പം ശിവന് സതി ഒന്ന് ശിവനാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സതീദേവി ഗുണം കൊണ്ടും ശീലം കൊണ്ടും ശിവനെ അനുവർത്തിച്ചു. ഗുണത്തിലും എല്ലാം ആ ശിവന്റെ സ്വഭാവമാണ് ആർക്കുള്ളത്? ആ സതീദേവിക്ക് ഉള്ളത്. പക്ഷെ എന്ത് പറ്റിയില്ല? തനിക്ക് ഒരു ഉത്തമനായ പുത്രനെ ലഭിച്ചില്ല. അപ്പൊ സതിക്ക് മാത്രം ഒരു പുത്രനും ഉണ്ടായില്ല. എന്തുകൊണ്ട്? ശിവന്റെ നേരെ അച്ഛൻ പ്രതികൂലമായി ഭവിച്ചപ്പോൾ ആ ശിവനെ ഒരു യാഗം നടത്തുമ്പോൾ ക്ഷണിച്ചില്ലല്ലോ. അപ്പൊ ശിവന്റെ നേരെ അച്ഛൻ പ്രതികൂലമായി ഭവിച്ചപ്പോൾ അവളെന്ത് ചെയ്തു? പൂർണ്ണ താരുണ്യത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ യോഗബലത്താൽ തന്നുടലിനെ ഉപേക്ഷിച്ചു. അപ്പോൾ അവള് പൂർണ്ണ താരുണ്യത്തിൽ എത്തുന്ന ആ സമയത്തിന് മുമ്പ് തന്നെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവളുടെ ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതെവിടെയാണ് വരുന്നത് എന്ന് മുമ്പ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതില്? ബ്രഹ്മം തൊട്ട് കൂട്ടലില്. സതി എന്നത് രുദ്രൻ എന്നത് ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഈ സതി എന്ന് പറയുന്നത്. അത് ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ അതിനെപ്പറ്റിയെല്ലാം വിവരിച്ചിട്ടുണ്ട്. ഇവിടെ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള പ്രേരക ശക്തികളെ എല്ലാം നമുക്കൊന്ന് ഒറ്റ ഒരു അധ്യായത്തിലൂടെ പറഞ്ഞു തരികയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരൊറ്റ അധ്യായത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ വർത്തിച്ച ശക്തിവിശേഷങ്ങൾ. അല്ലാതെ അതൊന്നും മനുഷ്യരല്ല, മനുഷ്യരുമായിട്ടില്ല, ജീവജാലങ്ങളുമായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. മക്കൾ എന്നെല്ലാം പറയുമെങ്കിലും അതെല്ലാം ബലങ്ങൾ മാത്രമാണ്. അപ്പം ആദ്യമുള്ള ബലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം അത് 3ആയിട്ട് സൃഷ്ടി നടത്താൻ 3ആയിട്ടിരുന്നു. സൃഷ്ടിക്കും സംഹാരത്തിന് പിന്നിലുള്ള 3 ശക്തികൾ. പിന്നെ അത് പലതായി തിരിഞ്ഞിട്ടാണ് ഓരോ സൃഷ്ടി നടക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഓരോന്നിനാണ് അതിൻ്റെ നേതൃത്വമുള്ളത്. അതാണ് ഏകോപിക്കുന്നത്. എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഇന്ദ്രനാണെന്ന് പറഞ്ഞു.
അങ്ങനെയുള്ള ഒരു പ്രേരക ശക്തി തന്നെയാണ്. അഗ്നിയാണല്ലോ ഏറ്റവും വലിയ പ്രേരക ശക്തി. അപ്പോൾ അഗ്നിയെ പല രൂപങ്ങൾ ഇവിടെ വിവരിച്ചു. അങ്ങനെ പലതരം വിഷയങ്ങൾ ഒരൊറ്റ അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നേരിട്ടങ്ങ് കടന്നിട്ടൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. നമ്മളും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ.